2017 ജൂലൈ 11 ശ്രീലങ്കൻ സമയം ഏകദേശം ഉച്ച 1:30 അടുത്തിരിക്കും. കടലിൽ പെട്രോളിങ്ങിനിറങ്ങിയ നാവികസേന ഏകദേശം സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തെന്നോണം ഒരു കറുത്ത സാധനം വല്ലാതെ അനങ്ങുന്നത് കാണാൻ ഇടയായി. സമയമൊട്ടും ചിലവഴിക്കാതെ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ പെട്രോളിംഗ് ഉദ്യോഗസ്ഥർ കപ്പലിനെ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് അവിടെ കാണാൻ സാധിച്ചത് വളരെ വിചിത്രമായ ഞെട്ടിപ്പിക്കുന്നതായ ഒരു സംഭവമായിരുന്നു. കടലിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണരൂപം പ്രാപിച്ച ഒരു കാട്ടാന. കണ്ടു നിന്നവരുടെ മനസ്സിൽ ആകപ്പാടെ ചോദ്യചിഹ്നമായി. എങ്ങനെയാണ് ഈ ആന കടലിൻ്റെ നടുവിലെത്തിയത്? ഇത്ര നേരം വെള്ളത്തിൽ എങ്ങനെ പിടിച്ചു നിന്നു? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ. പക്ഷേ ശ്രീലങ്കൻ നാവികസേന അവരുടെ പഠനകാലത്ത് പോലും നേരിടാത്ത ഒരു ഓപ്പറേഷന് തയ്യാറാവുകയാണ്. എങ്ങനെയെങ്കിലും ആ ആനയെ കരയിലെത്തിപ്പിക്കണമെന്ന ഒരു ദൃഢനിശ്ചയമായിരുന്നു നാവികസേനയ്ക്കുണ്ടായിരുന്നത്. അതിനായിട്ടുള്ള ശ്രമങ്ങൾ സേന ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെ വന്നാലും ആ ആനയെ കരക്കടിപ്പിക്കാതെ തങ്ങൾ കരയ്ക്ക് കയറില്ല എന്ന ഉറച്ച തീരുമാനം നാവികസേന എടുത്തിരിക്കണം. ഉടനെ തന്നെ ഒട്ടനവധി മുങ്ങൽ വിദഗ്ധരും മറ്റു സേനാധിപന്മാരും കടലിലെത്തി. വെള്ളത്തിൽ ചാടി ആനയുടെ ദേഹത്തിലൂടെ കയർ കെട്ടിവലിച്ച് കൊണ്ടുപോവുക എന്നതാണ് റെസ്ക്യൂ ടീം ആദ്യം തന്നെ തീരുമാനമെടുത്തത്. എന്നാൽ ഇവിടെയുള്ള മറ്റൊരു സത്യാവസ്ഥ എന്തെന്നാൽ 2000 മുതൽ 3000 വരെ കിലോഗ്രാം ഭാരമേറിയ ഈ ആന ഒന്ന് അനങ്ങുകയോ അതല്ലെങ്കിൽ വെള്ളമൊന്ന് ഇളക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കൂടെയുള്ള റെസ്ക്യൂ ടീമിൻ്റെ ജീവൻ പോലും അപകടത്തിൽപ്പെടും. ആദ്യത്തെ കടമ്പ എന്നത് അതിനെ ഭയപ്പെടുത്താതെ അതിൻ്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. അവസാനം മുങ്ങൽ വിദഗ്ധർ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് തന്നെ തയ്യാറായി നിന്നു. രണ്ടും കൽപ്പിച്ച് ആനയെ കരക്കടിപ്പിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ശ്രീലങ്കൻ നാവികസേന ഒരുങ്ങി തയ്യാറായത്. അവസാനം അവർ ആനയുടെ അടുക്കലെത്തുകയും ആനയുടെ ദേഹത്തിലൂടെ കയർ കെട്ടി വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഏകദേശം 12-13 മണിക്കൂറുകൾ കൊണ്ട് അവരുടെ ആ ദൗത്യം പൂർത്തിയാക്കി. ഇതിനിടയിൽ തളരാൻ ശ്രമിച്ചിരുന്നെങ്കിലും ജീവിക്കാനുള്ള മനോധൈര്യം ആ മനുഷ്യരിലും മൃഗത്തിലും ഉണർന്നിരിക്കണം. അവസാനം ഒരു പുതിയ ജീവനുമായി ആന കാട്ടിലേക്ക് നീങ്ങി. എങ്ങനെയാണ് ആന അവിടെ എത്തിപ്പെട്ടത് എന്നതിനുള്ള ഉത്തരം റെസ്ക്യൂ ടീം നൽകുന്നത് ഇങ്ങനെയാണ്. പുഴകളോ അരുവികളോ മുറിച്ചു കടക്കുമ്പോൾ വേലികയറ്റം ഉണ്ടാവുകയും അതിലൂടെ തന്നെ കടലിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തിരിക്കാം. സ്വാഭാവികമായും തുമ്പിക്കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് നീന്താൻ കഴിയുന്ന മൃഗങ്ങളാണ് ആനകൾ. അത് പലതവണ ഇതുപോലെ വെള്ളത്തിൻ്റെ അപകടത്തിൽ ചെന്നെത്തിയിട്ടുമുണ്ട്. സംഭവമാണ് അന്ന് ശ്രീലങ്കൻ നാവികസേന ജനങ്ങൾക്ക് നൽകിയത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ശ്രീലങ്കൻ നാവികസേനയ്ക്കും മുങ്ങൽ വിദഗ്ധർക്കും അഭിനന്ദനങ്ങൾ ലഭിച്ചിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ വെക്കാനും മറക്കല്ലേ.